അനാധിനാഥനേശുവൻ ധനം അന്യനാം ഭൂവിലെന്ന ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനാം ഭൂവിലെന്ന ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. നാമം ഊതപ്പെട്ടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. മുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്യം സഹോദരിമാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക് എങ്ങനെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നും എങ്ങനെ ആ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടിയെന്നും അറിഞ്ഞിരിക്കണം. ദൈവം തന്റെ സ്വരൂപത്തിൽ നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. ഇങ്ങനെ സൃഷ്ടിച്ച പുരുഷന്റെ സൃഷ്ടിയോടൊപ്പം തന്നെ പുരുഷനിൽ മറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സ്ത്രീ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് ഉൽപ്പത്തി പുസ്തകം 1-ന്റെ-27-ാം വാക്യത്തിലും 2-ന്റെ-7-ാം വാക്യത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യന് ദൈവം ഏദൻ തോട്ടത്തിലാക്കി. അവന് ദൈവം ഉത്തരവാദിത്തങ്ങളും കൽപ്പനകളും കൊടുത്തു. മാത്രമല്ല പുരുഷന്റെ മുമ്പിൽ ജീവജാലങ്ങളെല്ലാം ദൈവം വരുത്തി. മനുഷ്യൻ അവയ്ക്ക് പേരിട്ടു. അത്ര കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വളരെ കഴിവുള്ള വ്യക്തിയും അവന് ജ്ഞാനമുള്ള വ്യക്തിയുമായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല അവനൊരു പാപം ഉണ്ടായിരുന്നുമില്ല. അതിനുശേഷം ഈ ജീവജാലങ്ങൾക്കെല്ലാം പേരിടുവാനായിട്ട് ഒന്ന് ഓർത്ത് നോക്കിക്കുക സഹോദരിമാരെ. ഇന്നും ആ പേര് വിളിച്ചാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അന്നിട്ട പേര്, അന്ന് ആദാമിട്ട പേരാണ് ഇന്നും നിലനിന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത്ര കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു ആദാം എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ അതിനുശേഷം എന്നാൽ ആദാമിന് മാത്രം ഒരു കൂട്ടിനെ കിട്ടിയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റതിനെല്ലാം പേരിട്ട് കഴിഞ്ഞപ്പോഴും അവന് ഒരു കൂട്ടില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം അതിനുശേഷം മനുഷ്യരിൽ നിന്ന് വാരിയലെടുത്ത് സ്ത്രീയാക്കി. എന്തിനു വേണ്ടിയെന്നോ? പുരുഷന് തക്ക തുണിയായിരിക്കുവാൻ വേണ്ടി ഈ ദൈവം മനുഷ്യരിൽ നിന്ന് ഒരു വാരിയലെടുത്ത് സ്ത്രീയെ ഉണ്ടാക്കിയെന്ന് കാണുവാനായിട്ട് സാധിക്കും. സ്ത്രീ തക്ക തുണിയായി ജീവിച്ചിരുന്നെങ്കിൽ അവളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയില്ലായിരുന്നു. തക്ക തുണിയായിരിക്കേണ്ട സ്ത്രീ തോട്ടത്തിൽ അലഞ്ഞു നടക്കുകയാണ്. അത് നോക്കിയിരുന്ന പിശാച് തൻ്റെ പരിപാടി ആരംഭിച്ചു. പാമ്പിനെ കണ്ടപ്പോൾ, അതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, സംശയം, ആഗ്രഹം ഇവ ഹൃദയത്തിലുണ്ടായപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് ഒന്ന് ഓടിപ്പോയിരുന്നെങ്കിൽ പാപത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു. എന്നാൽ അവൾ പാപത്തിൽ വീണു. സ്വാതന്ത്ര്യം എന്നേക്കുമായി അവൾക്ക് നഷ്ടപ്പെട്ടു. പാപത്തിൻ്റെ ഫലമായി ഒന്നാമത് ദൈവത്തോടുള്ള സഹിത്വം നഷ്ടപ്പെട്ടു. ദൈവത്തോട് ഒന്നിച്ചു നടന്നിരുന്ന അവർ ഇന്ന് ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട് ഓടി ഒളിക്കുകയാണ്. രണ്ടാമതായി നമുക്ക് കാണാം, സ്ത്രീക്ക് കഷ്ടവും ദുഃഖവും ഗർഭധാരണവും ഉണ്ടായി. മൂന്നാമതായി അവളോട് പറയുന്നത്, നിന്റെ ആഗ്രഹം ഭർത്താവിനോടായിരിക്കും, അവൻ നിന്നെ ഭരിക്കും. അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരായിട്ട് നാം മറ്റുള്ളവരുടെ കീഴിലായിട്ട് തീർന്നു. കീഴിലുള്ളവരായിട്ട് ഭരിക്കപ്പെടുവാൻ യോഗ്യരായിട്ട് തീർന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആ അവസ്ഥ എങ്ങനെയുണ്ടായി? പാപത്താൽ ഉണ്ടായി. നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് പാപത്തിൻ്റെ ഫലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറഞ്ഞു. എന്നാൽ ദൈവം സ്ത്രീയോട് പറഞ്ഞു, അവൻ നിന്നെ ഭരിക്കും. എന്നാൽ സ്ത്രീകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം പുരുഷന്മാരെ ഭരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് നാം അത് സമ്മതിച്ചില്ലെങ്കിലും നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം പുരുഷനെ ഭരിക്കണമെന്നാണ്. എന്നാൽ പാപത്തിൻ്റെ ഫലമായ പാപസ്വഭാവം കൊണ്ട് ചെയ്യരുതെന്ന് ചെയ്യുന്നവരാണ് നാം. അതുകൊണ്ട് തന്നെ നാം വളരെ കരുതലുള്ളവരായിരിക്കണം. നാം ഭരിക്കപ്പെടേണ്ടവരാണ്. നാം മറ്റുള്ളവരെ ഭരിക്കുവാനുള്ളവരല്ല, ഭർത്താവിനെ ഭരിക്കുവാൻ വേണ്ടിയല്ല നമ്മെ സൃഷ്ടിച്ചത്. ഇവരെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിന്റെ ആഗ്രഹം ഭർത്താവിനോടായിരിക്കും, അവൻ നിന്നെ ഭരിക്കും. നൂറ്റാണ്ടുകൾ പലതും കഴിഞ്ഞു. ദൈവം സ്ത്രീയെ മറന്നു കളഞ്ഞില്ല കേട്ടോ. സ്ത്രീ മുഖാന്തരം ഉണ്ടായ ശാപം മാറ്റുവാനായി സ്ത്രീയിൽ കൂടെ തന്നെ അനുഗ്രഹം തരുവാൻ ദൈവത്തിന് പ്രസാദമായി. നമ്മുടെ നിന്ന് മാറ്റുവാൻ സർവജ്ഞാനിയായ, സർവകൃപാലുവായ, സർവശക്തനായ ദൈവത്തിന് പ്രസാദം തോന്നി. സഹോദരിമാരെ, സ്ത്രീയുടെ സന്തതിയായി സ്ത്രീയിൽ നിന്ന് ജനിച്ച കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. അടിമത്തത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകി. ക്രിസ്തുവിനോട് കൂട്ടായ്മ തന്നു. മാത്രമല്ല നാം ഇന്ന് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരാണ്. അതിൽ ആണും പെണ്ണും എന്നില്ല. നാം ക്രിസ്തുവിൽ ഒന്നത്രയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഗലാത്യ ലേഖനം 3-ന്റെ 28-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ടത് കാണുന്നുണ്ട്.
ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല. നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. ആണും പെണ്ണുമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു പ്രാവശ്യം കൽപ്പന അനുസരിക്കാത്തത് മുഖാന്തരമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. എന്നാൽ ഇനി കൽപ്പന അനുസരിക്കുന്നവരായിരിക്കുവാൻ സഹോദരിമാരെ നമുക്ക് ശ്രമിക്കാം. 1 തിമോഥെയോസ് 2:11 1 കൊരിന്ത്യർ 13:34 പറയുന്ന പോലെ വിശുദ്ധന്മാരുടെ സർവ്വസഭകളിൽ എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. അടുത്ത വാക്യത്തിൽ കീഴടങ്ങിയിരിക്കാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഒരു പ്രാവശ്യം നമ്മൾ നന്നായി സംസാരിക്കേണ്ടവനോട് സംസാരിക്കുവാൻ അറിയാതെ സംസാരിച്ചത് മുഖാന്തരമായി പാപത്തിന് അടിമയായി ശാപത്തിന് അർഹരായി. എന്നാൽ നാം കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് മുഖാന്തരമായിട്ട് സ്ത്രീയുടെ സന്തതിയായി കർത്താവായ യേശു ക്രിസ്തു വന്നത് മുഖാന്തരമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. നാം ഈ കർത്താവിനെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1:12 പറയുന്നു പോലെ ദൈവത്തെ കൈക്കൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ട് നമ്മളെ രക്ഷിച്ച നമ്മുടെ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് കർത്താവ് മരിച്ചു, ഈ ലോകത്തിലേക്ക് വന്നു, നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ കർത്താവ് നമ്മുടെ രക്ഷകനാണ്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരകനാണ്. ആ കർത്താവിനെ നമ്മുടെ സ്വന്തം ദൈവവും ഏകരക്ഷകനുമായിട്ട് സ്വീകരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരും, നിത്യജീവന അവകാശികളായിട്ട് തീരും. നമ്മുടെ പേർ ജീവപുസ്തകത്തിൽ എഴുതും. പ്രിയ സഹോദരിമാരെ, അന്നു മുതൽ നമുക്ക് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം, ആ ക്രിസ്തു മുഖാന്തരമുണ്ടായ ആ സ്വാതന്ത്ര്യം പിന്നെ ഒരിക്കലും നമ്മളിൽ നിന്ന് മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല എന്നാണ് ആ വാക്യത്തിൽ കാണുന്ന. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിലെ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണുമില്ല. നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. അതേ ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരുമ്പോൾ, നമ്മൾ നിത്യജീവനാവകാശികളായിട്ട് തീരുമ്പോൾ അവിടെ പിന്നെ ആണും പെണ്ണുമില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. നാം യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, അവൻ്റെ ശരീരത്തോട് ചേർന്ന ഒരവസ്ഥയിൽ മാത്രമല്ല, പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നവരാണ്. അങ്ങനെ നാം ഭാഗ്യമുള്ളവരായിട്ട് തീരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇനി മുതലുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം പല കൽപ്പനകൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്ന് പ്രധാനപ്പെട്ട കൽപ്പനയാണ് സ്ത്രീകൾ സഭായോഗങ്ങൾ മിണ്ടാതിരിക്കട്ടെ. കീഴടങ്ങിയിരിക്കാനല്ലാതെ സംസാരിപ്പാനായിട്ട് അവർക്ക് കഴിവില്ല. ഒരു പ്രാവശ്യം നാം കീഴടങ്ങാത്തവരായിട്ട് നാം സംസാരിച്ചത് മുഖാന്തരമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് ഈ കൽപ്പന നമുക്ക് പൂർണ്ണമായിട്ട് അനുസരിക്കാം. നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നഷ്ടമാക്കാതെ ദൈവം നമ്മെ വിവിധങ്ങളായ ചുമതലകളും ശുശ്രൂഷകളും വാഗ്ദത്തങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് മാത്രമല്ല, ദൈവം നമ്മൾക്ക് കൃപാവരങ്ങളെ തന്നിട്ടുണ്ട്. നമ്മുടെ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ലജ്ജിക്കാത്ത സാക്ഷികളായിട്ട് നിൽപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്നു തെളിയുമ്പോൾ, യുക്തമായി വ്യക്തമായി കൃപയൻ കരുതലറിയും നാം, യുക്തമായി വ്യക്തമായി കൃപയൻ കരുതലറിയും നാം. അനാഥിനാഥനേശുവൻ ധനം അന്യനാം ഭൂവിലെന്നാ, ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനാം ഭൂവിലെന്നാ, ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ.